ഏതായാലും ഇൽഫത്തുൽ ഇസ്ലാം, ഇൽഫത്തോടുകൂടി, ആ അർത്ഥത്തിലാണ് അൽഫൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇണക്കത്തോടുകൂടി തന്റെ ഏകാഗ്രതയിൽ ആരെങ്കിലും എന്നെ വിളിച്ചാൽ എന്നാണ്. അല്ലാണ്ട് 1000 വട്ടം, അത് സംഖ്യ നമ്മൾ എണ്ണുമ്പോ പറയുന്ന അൽഫ് 1000, ആ അൽഫല്ല ഈ അൽഫ്. ഇത് അലഫ അലിഫുന്റെ മസ്തറാണ്. ഇണക്കത്തോടുകൂടി ആരെങ്കിലും വിളിച്ചാ ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി. ഈ അടുത്ത ദിവസം തന്നെ ഒരു അനുഭവം ഉണ്ടായി, അതും നിങ്ങളോട് അറിയിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് പോകാനുള്ള ഒരു അറബി, അയാള് ജന്മം കൊണ്ട് വഹാബിയാണ്. അയാളുടെ ആൾക്കാർ പറഞ്ഞു കോഴിക്കോട് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അന്വേഷിച്ചാൽ മതി എന്ന് അയാളോട് പറഞ്ഞു വിട്ടു. അയാൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് കിടന്ന് ചികിത്സയ്ക്ക്, വാദത്തിന്റെ ചികിത്സയ്ക്ക് കുടുംബത്തെ കൂട്ടി വന്ന ആളാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എല്ലാറോ കൂത്തക്കൽ എന്ന് പറഞ്ഞു, ആ കോട്ടയ്ക്കലേക്ക് പോട്ടെ. അപ്പൊ ഈ ഓട്ടോറിക്ഷക്കാരൻ എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് ഇറക്കി. അറബിക്ക് നോക്കിയപ്പോ തന്നെ സൂക്കേട് സംഗതി പന്തിയല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം അവിടെ കുറച്ച് അരിഷ്ടവും കഷായവും കുറച്ച് ഗുളിയും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് ഏതായാലും ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് കേട്ട കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അല്ല ഇതെന്ന് പുള്ളിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അവിടെ കിടന്ന് ഓട്ടോ ഡ്രൈവറും അറബിയും തമ്മിൽ കശവിശയായി. അറബി പറയുന്ന തെറി ഓട്ടോറിക്ഷക്കാരനും മനസ്സിലാവുള്ള, ഓട്ടോറിക്ഷക്കാരൻ മലയാളത്തിൽ പറയുന്ന തെറി അറബിക്കും മനസ്സിലാവുള്ള. അങ്ങനെ കുറെ നേരം ജിഞ്ചാലായി, ഗിർഗിറായി, അലത്തൂൽ ഗിർഗിർ. അവസാനം മൊഹീദ്ദീൻ ഷെയ്ഖിനോട്, ഈ അറബിനോട്, അവിടെ സൗദി അറേബ്യയില് ജോലി ചെയ്യുന്ന ചില മലയാളികളെ മലപ്പുറംകാര് പുള്ളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ എന്തെങ്കിലും സുയിപ്പ് വന്നാല് നീട്ടിയ ഒരൊറ്റ വിളിയാ മുഹീദ്ദീൻ. അറബി ഒട്ടും പഠിച്ചില്ല. അവിടെ എയർപോർട്ടിന്റെ അടുത്തുള്ള ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ബ്രാഞ്ചിന്റെ മുമ്പിൽ നിന്ന് യാ മുഹീദ്ദീൻ ഒരൊറ്റ വിളിയാ വിളിച്ചോളൂ, 1000 വട്ടമൊന്നും വിളിക്കേണ്ടി വന്നില്ല. ഇയാളെ പൊക്കിയെടുത്ത് സാക്ഷാൽ കോട്ടയ്ക്കലുള്ള ഏറ്റവും വലിയ ബൃഹത്തായ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, അങ്ങോട്ടേക്കാണല്ലോ പുള്ളി ഉദ്ദേശിച്ചു വന്നത്, അവിടെ കൊടുന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് ആക്കി എന്നുള്ളതാണ്. അപ്പൊ 1000 വട്ടം വിളിക്കണമെന്നുള്ളത് തട്ടിപ്പല്ലേ, കള്ളത്തരല്ലേ? അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് വേറൊരു, അപ്പൊ ഈ വഹാബിയായ അറബി ഉടനെ തന്നെ സുന്നിയായിട്ട് മാറിയിട്ടോ. ഇതുപോലെ വേറൊരു വഹാബിയായിട്ടുള്ള അറബി സൗദി അറേബ്യയിൽ നിന്ന് കാലിക്കൂത്തിന് ടിക്കറ്റ്, കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തിട്ട് വഴി തെറ്റി കൽക്കത്തയിൽ പോയി ഇറങ്ങി. കാരണം രണ്ടും ഏതാണ്ട് മലയാളി അല്ലാത്ത ആള് കേൾക്കുമ്പോ കാലിക്കൂത്ത് കൽക്കത്ത, കൽക്കത്ത കാലിക്കൂത്ത് രണ്ടും ഒരുപോലെ തോന്നും. അങ്ങനെ കാലിക്കൂത്തിന് പോകുന്നവൻ കൽക്കത്തയിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അന്വേഷിച്ച് നടപ്പായി. അങ്ങനെ കൽക്കട്ട പട്ടണം മുഴുവൻ ചുറ്റിയിട്ടും പടച്ചോന്റെ കൊണ്ട് എന്ത് ചെയ്താ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എത്തണില്ല. ആ അറബിയും വിളിച്ചു കൽക്കട്ടയിൽ നിന്നുകൊണ്ട് യാ ഹൗസ് യാ മുഹീദ്ദീൻ, ഒറ്റ വിളിയെ വിളിച്ചോളൂ. പൊക്കിയെടുത്ത് പുള്ളീനെ കേരളത്തിലെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയെ കൊണ്ടുവന്നാക്കി. അപ്പൊ എന്റെ പൊന്നു മക്കളെ, മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച മൂപ്പര് എത്തുന്നതിന് 1000 വട്ടം വിളിക്കണ്ട. മൊഹീദ്ദീൻ ഷെയ്ഖ് ജനകീയമാകണം. അദ്ദേഹത്തെ ഇപ്പോ മൊബൈലും അതുപോലെ ഇന്റർനെറ്റും ഒക്കെ ഉള്ള കാലല്ലേ, AI ഒക്കെ ഉള്ള കാലല്ലേ, ആ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്ത്. ഇവിടെ ഹെൽപ്പ് ലൈനൊക്കെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്.